ഏകദിന ക്ലസ്റ്റർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരളം അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായാണ് ക്ലസ്റ്റർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായാണ് ഏകദിന ക്ലസ്റ്റർ പരിശീലനം നടത്തിയത്. സമഗ്ര ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 750ഓളം അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കായംകുളം സബ് ജില്ലയിലെ 6 കേന്ദ്രങ്ങളിലായി ക്ലസ്റ്റർ സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിലായി കായംകുളം BRCയുടെ നേതൃത്വത്തിൽ 21 ബാച്ച് അധ്യാപകർക്കുള്ള പരിശീലനങ്ങളാണ് നടക്കുന്നത്. കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ കഴിവുകൾ ഉള്ളപ്പോൾ ആ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ അവൻ പറഞ്ഞ ഏറ്റവും വലിയൊരു മാറ്റമില്ലേ, തോറ്റവർ അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് ജയിച്ചവർ തോറ്റവരെ കളിയാക്കത്തില്ലേ. അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്നുണ്ടാകുന്നുണ്ട്. ജയിച്ചത് ശരി അവരുടെ മഹത്വം, അല്ലെങ്കിൽ അവരുടെ ഒരു മികവ്. ഇപ്പോൾ SSLCക്ക് അതിന് ഫുൾ A+ കിട്ടുന്നതിന് 9 A+ കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട്. ഒരു മോശമാണോ? അവരുടെ ഒരു വിഷയത്തിന് ചിലപ്പോൾ എത്ര മാർക്കായിരിക്കും പോയിരിക്കുന്നത്? 1 മാർക്കോ 2 മാർക്കേ പോയിട്ടുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ 8 A+ കിട്ടി. ചിലപ്പോൾ അവരുടെ മാനസികമായിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ഏതെങ്കിലുമൊക്കെ തരത്തിലായിരിക്കും ആ കുഞ്ഞിൻ്റെ ഒരു മാർക്ക്. പക്ഷെ അവരെ നമുക്ക് ഇപ്പോൾ ഫുൾ A+കാരെ ആദരിക്കുമ്പോൾ അവരെ ആദരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ വാർഡുകളിലും മറ്റു അവരുടെ പ്രദേശങ്ങളിലൊക്കെ ആദരിക്കുമ്പോൾ മുഴുവൻ കുട്ടികളെ ആദരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്കും പ്രശ്നമില്ല. ഫുൾ A+കാരെ ആദരിക്കും, ഫുൾ മാർക്ക് പിന്നെ കുറച്ച് മാർക്ക് കിട്ടിയവനെ ആദരിക്കും. എല്ലാവരും ജയിച്ചവരുണ്ട്, എല്ലാവരെയും ആദരിച്ചു പോകുന്നുണ്ട്. അത് അവിടെ നടക്കും. പക്ഷെ നമുക്ക് നമ്മുടെ വലിയൊരു ബൾക്കായിട്ടുള്ള വേദികളൊന്നും നടക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം +1 അല്ല +2 SSLC അതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കടക്കം വലിയൊരു വേദിയോടുകൂടി തന്നെ നമ്മുടെ TV അവതാരകനും കിസ്മായിട്ടുള്ള GS പ്രദീപാണത് ഉദ്ഘാടനം ചെയ്തത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. മധു അധ്യക്ഷത വഹിച്ചു. BPC ബിന്ദുമോൾ V സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്നിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എത്രത്തോളം മികവാർന്ന തലത്തിൽ പോയെന്ന് പറഞ്ഞാലും ഇപ്പോഴുണ്ടായ കുറച്ച് പോരായ്മകൾ നമുക്കറിയാം. ഒരിടയ്ക്ക് പൊതുവിദ്യാഭ്യാസ മേഖല നേരിട്ട വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ ഏറെ പരിശ്രമിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ. ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വീടുകളിലേക്ക് ചെന്ന് ക്യാൻവാസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ മികവ് പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിച്ച് ഒക്കെ നമ്മൾ നേടിയ ഒരു നേട്ടം ഇപ്പം ചെറിയൊരു വെല്ലുവിളിയുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ LPSC ലിസ്റ്റിൽ പോലും ഏതാണ്ട് 7ഓളം അധ്യാപകരെ നിയമിച്ചിട്ട് അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ കാര്യം കുഞ്ഞുങ്ങളുടെ എണ്ണം വീണ്ടും താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ഷാജി B പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ G. കൃഷ്ണകുമാർ, V. അനിൽ ബോസ്, ഷീജ ചീരാമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു നാടിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഒന്ന്, ഷീജ ടീച്ചറിനെ പോലെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള അധ്യാപകർ ഒരു ഘടകം അതാണ് അല്ലേ. അവർ പെർമനൻ്റായിട്ട് അധ്യാപകർ, അങ്ങനെയുള്ള പെർമനൻ്റായിട്ട് അധ്യാപകരുണ്ടാണ്. അത് നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ വളരെ കൂടുതൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്ഥിരാധ്യാപകരെ ഏറ്റവും കൂടുതൽ നിയമിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം. രണ്ടാമത് മറ്റൊരു കാര്യമുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഗുണനിലവാരത്തിൻ്റെ രണ്ടാമതൊരു ഘടകം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ നോക്കിയാൽ ഇത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ. ഞങ്ങൾ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകാറുണ്ട്. മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മളെപ്പോലെ ഗവൺമെൻറ് ആയിട്ടുള്ള ഗുണനിലവാരമുള്ള അധ്യാപകരെ നിയമിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക, ഇത്തരം കാര്യങ്ങൾ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ വേണ്ടത്? ന്യൂസ് ബ്യൂറോ, കായംകുളം.